എന്താണ് കളർ ഡെപ്ത്? നമ്മൾ ക്യാമറ സെൻസറുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം കേൾക്കുന്ന ഒരു വാക്കാണ് കളർ ഡെപ്ത് എന്നുള്ളത്. നിങ്ങളുടെ സെൻസറിൻ്റെ സ്പെസിഫിക്കേഷൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും ഒരു പക്ഷേ അതിലെഴുതിയിട്ടുണ്ടാവും 12 ബിറ്റ് കളർ ഡെപ്ത് ഉള്ള സെൻസറാണ് നിങ്ങളുടേത് എന്ന്. അപ്പോൾ എന്താണ് കളർ ഡെപ്ത് എന്ന് നോക്കാം. എങ്ങനെയാണ് ക്യാമറ കളറുകളെ തിരിച്ചറിയുന്നത്? നമ്മൾ പിക്സൽ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി. ഒരു സെൻസറിനകത്ത് ഇത്രയധികം മെഗാ പിക്സലുകൾ 20 30 ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പിക്സൽ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായി. അതായത് ഒരു ലൈറ്റ് മീറ്ററാണ് ഒരു പിക്സൽ എന്ന് പറയുന്നത്. ഈ ലൈറ്റ് മീറ്ററിന് അല്ലെങ്കിൽ ആ ഓരോ പിക്സലിൻ്റെ മുകളിലായിട്ട് ഓരോ കളർ ഫിൽറ്ററുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിൽ പഠിച്ച ആ ബേസിക് കളേഴ്സിൻ്റെ മിക്സാണ് ലോകത്തുള്ള സകല കളേഴ്സും പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ച ആ പാഠം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയുടെ മിക്സിലൂടെയാണ് ലോകത്തുള്ള എല്ലാ നിറങ്ങളും നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയിലും കടന്നു വരുന്ന പ്രകാശത്തെ സെൻസറിൻ്റെ അകത്തുള്ള പിക്സലുകൾ 3 കളറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അവയെ ക്രോഡീകരിച്ചെടുക്കുന്നത്. അത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 3 കളറുകളിലാണ് അവയെ തരംതിരിക്കുന്നത്. ഒരു പിക്സൽ അത് നീലയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള പിക്സൽ ബ്ലൂവും അതിൻ്റെ തൊട്ടടുത്തുള്ള പിക്സൽ ഗ്രീനുമായിട്ട് അങ്ങനെ 3 കളറിൽ നിരനിരയായി നിൽക്കുന്ന പിക്സലുകളിലേക്ക് ഏതൊരു കളറിൻ്റെ പ്രകാശം കടന്നു വന്നാലും നീല പ്രകാശം ഉണ്ടെങ്കിൽ അത് നീല സെൻസറിലേക്ക്, നീല പിക്സലിലേക്ക് കടത്തിവിടുകയും മറ്റുള്ള കളേഴ്സിനെ അത് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഗ്രീനിൻ്റെ പിക്സലാണെങ്കിൽ ഗ്രീൻ കളറിനെ അത് കടത്തിവിടുകയും മറ്റുള്ള കളറിനെ സ്റ്റോപ്പ് ചെയ്യും. റെഡിൻ്റെ എത്തുമ്പോൾ റെഡ് കളറിനെ അത് കടത്തിവിടുകയും മറ്റ് കളേഴ്സിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് 3 കളറുകളെ തരംതിരിച്ചിട്ട് അത് ക്രോഡീകരിച്ചെടുക്കുന്നു. ആ കടന്നു വന്ന പ്രകാശത്തിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയുടെ മിശ്രണം എങ്ങനെയാണ് എന്നതായിരിക്കും ക്യാമറയുടെ പ്രോസസ്സറിന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇത് വെച്ചാണ് ക്യാമറയുടെ പ്രോസസ്സർ ഇമേജ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെൻസറിൻ്റെ പിക്സലിനും ലൈറ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നതിന് കളർ ഡെപ്ത് ഉണ്ട് എന്ന് നമ്മൾ ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ സംസാരിച്ചിരുന്നു. ഒരു പിക്സലിന് പരമാവധി റീഡ് ചെയ്യാൻ പറ്റുന്ന പ്രകാശത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള സെൻസറുകളിൽ 12 ബിറ്റാണ്. 12 ബിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രകാശത്തെ അത് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പിക്സൽ ഉപയോഗപ്പെടുത്തുന്ന സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 4096 വരെയുള്ള നമ്പറുകളുടെ ഒരു റേഞ്ചാണ് അത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും കടന്നു വന്നിരിക്കുന്ന പ്രകാശം. അപ്പോൾ ഞാൻ പറഞ്ഞു 3 കളറുകളുടെ ഫിൽറ്ററുകളുണ്ട് എന്ന്. അപ്പം 4096 ഇൻറ്റു 4096 ഇൻറ്റു 4096 68 ബില്യൺ കളേഴ്സാണ് നമ്മുടെ ഒരു ഇമേജ് സെൻസറിന് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വായിച്ചെടുക്കാൻ, ക്രോഡീകരിച്ചെടുക്കാൻ സാധിക്കുക. പക്ഷേ നമ്മളെ ക്യാമറയിൽ നമുക്ക് ഇത്രയും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇത്രയും കളറുകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇമേജ് ഷൂട്ട് ചെയ്യുന്നത് റോ ഫോർമാറ്റിൽ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും കളേഴ്സ് റെക്കോർഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചെയ്യുന്നത് നമ്മൾ JPG ഫോർമാറ്റിലാണ് കളർ റെക്കോർഡ് അല്ലെങ്കിൽ ഇമേജ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് JPG ഇമേജ് 8 ബിറ്റ് എന്നുള്ള ചെറിയ ഒരു കളർ ഡെപ്തിൽ വരുന്ന ഒരു ഇമേജ് ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ 8 ബിറ്റിനും പരമാവധി റീഡ് ചെയ്യാൻ പറ്റുന്ന കളറിൻ്റെ ശേഖരം അഥവാ കളർ റേഞ്ച് എന്ന് പറയുന്നത് 16.7 മില്യൺ കളേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കളേഴ്സ് നമ്മൾ 68 ബില്യൺ കളേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസർ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോലും നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമ്മളായിട്ട് എടുക്കുന്നത് 16.7 മില്യൺ കളേഴ്സ് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ ഹൈ ക്വാളിറ്റി കളേഴ്സ്, വളരെ എല്ലാം മൈന്യൂട്ട് ഷെയ്ഡ്സ് ഉള്ള എല്ലാ കളേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഉള്ള ഇമേജ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മളതൊരു ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ അത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും JPG ആയി സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ 68 ബില്യൺ കളേഴ്സ് എന്നുള്ളത് ഒറ്റയടിക്ക് 16.7 മില്യൺ കളേഴ്സ് എന്ന നിലയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ഫയൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ കളർ റേഞ്ചിൽ, കളർ ഡെപ്തിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് ഉപയോഗിക്കാനുള്ള പ്ലാറ്റ്ഫോം കൂടി ഉണ്ടാവണം. ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് അത്രയും കളേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല. അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ മറ്റ് ഫോട്ടോഷോപ്പിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എൻഡ് യൂസറിന് കൊടുക്കുമ്പോൾ അത് JPG
JPG ആയി കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലുള്ള കളർ ഇൻഫർമേഷൻ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് ആ ഇമേജ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളത് പോസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞ് JPG ആയി സേവ് ചെയ്തിട്ട് പോലെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു ഭംഗിയും അതിനുണ്ടാവാറില്ല. ഇതിനുള്ള പ്രധാന പ്രശ്നം 68 ബില്യൺ കളേഴ്സിൻ്റെ ഒരു റേഞ്ചിൽ നിന്ന് നിങ്ങൾ ഒറ്റയടിക്ക് അതിൻ്റെ ഒരു 100-ൽ 80-85 ഒരു ഭാഗം മാത്രമുള്ള 16.7 മില്യൺ കളേഴ്സിലേക്ക് നിങ്ങളുടെ ചിത്രത്തെ മാറ്റി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. നമ്മൾ ഇപ്പോൾ പിക്സലിൻ്റെയൊക്കെ വളരെയധികം കാൽക്കുലേഷൻസും എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കണക്കിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊരു ചിന്ത വരും, ഒരു കൃത്യമായ പിക്സൽ നമ്പറുകളുള്ള ഒരു ഇമേജ് സെൻസറിൽ ഷൂട്ട് ചെയ്യുന്ന ഫയലുകൾ എങ്ങനെയാണ് ചെറിയ ഫയലും വലിയ ഫയലും ഒക്കെ ആയിട്ട് മാറി വരുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത് കളറിൻ്റെ ഇൻഫർമേഷനാണ്. കളറില്ലാത്ത ഭാഗത്ത് അതിന് ഡാറ്റ ഉണ്ടാവില്ല, കളറുള്ള ഭാഗത്ത് മാത്രമാണ് അതിനെ ഡാറ്റ റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെയധികം കളേഴ്സ് ഉള്ള ഒരു ഇമേജാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജ് സൈസ് കൂടുതലായിരിക്കും. അതേപോലെ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഫയൽ സൈസ് കുറവുമായിരിക്കും. ഇത് സാധാരണയായിട്ട് നിങ്ങളുടെ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണ് കളർ ഡെപ്ത് എന്നാണ്. കളർ ഡെപ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇമേജ് സെൻസറിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കളറിൻ്റെ റേഞ്ചാണ്. ഈ കളർ റേഞ്ചിനെ പറയുന്നത് ബിറ്റ് എന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുന്ന ആൾക്കാർ അറിയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് അല്ലെങ്കിൽ ആ ടേപ്പിൻ്റെ നീളം, അതിൻ്റെ മീറ്ററിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 0 to 4096 ഇത്രയും കളേഴ്സാണ്, ഇത്രയും കളർ ഷെയ്ഡ്സാണ് അതിന്. ഒരു കളറിൻ്റെ ഷെയ്ഡ്സാണ് 4096. അതുപോലെ 3 കളറിൻ്റെ ഷെയ്ഡ്സ് നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണ്.